നമ്മൾ 18-ാമത്തെ അധ്യായം സൂറത്ത് അൽ കഹ്ഫിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 21, 22 ആയത്തുകളാണ്. ആദ്യം ഞാനൊന്ന് ഓതാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. 21, 22 ആയത്തുകളാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്ത് വെച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ അഭയം തേടിയവരാണല്ലോ ഗുഹാവാസികൾ, അവരെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിൽ അഭയം തേടിയവരെ അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ പറയുന്നതോടൊപ്പം അവരെ മറ്റുള്ളവർക്ക് സന്മാർഗം ലഭിക്കുവാനുള്ള ഒരു കാരണവും കൂടെ അള്ളാഹു ആക്കി എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം. അത് അവർക്ക് അള്ളാഹു എല്ലാവിധത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള സംരക്ഷണങ്ങൾ നൽകി. നമ്മൾ കണ്ടു അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാം നമ്മൾ അതിലെന്ത് ചെയ്തു, വായിച്ചു. എന്നാൽ ഇവർ മുഖേന അവർ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഉണ്ടായത്. കാരണം അള്ളാഹു നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾക്ക് എന്തുമാത്രം പ്രതിഫലമാണ് തരിക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് വമാ ഇൻദല്ലാഹി ഖൈറുൻ ലിൽ അബ്റാർ, അള്ളാഹുവിൻ്റെ അടുക്കിലുള്ളതാണ് പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമമായതാണ്. അതായത് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ഭൗതികമായ നമ്മുടെ അധ്വാനങ്ങൾക്കൊക്കെ അതിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ കിട്ടാതെ പോകാം. ഇനി കിട്ടിയാൽ തന്നെ എന്താണ്, അത് എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് കാര്യം പരിശോധിച്ചു, നമ്മുടെ സമ്പത്താണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒരു പ്രയോജനവും കിട്ടാതെ പോകാം, ചിലപ്പോൾ ദ്രോഹമായി മാറുകയും ചെയ്യും. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഒരു നന്മയും അത് പാഴായി പോവുകയില്ല എന്ന് മാത്രമല്ല, അതിന് എന്തുമാത്രം വലിയ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. വമാ ഇൻദല്ലാഹി ഖൈറുൻ ലിൽ അബ്റാർ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമമായത്. അതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ രക്ഷപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, അവർ എന്ത് ചെയ്യാന്നറിയാം, ഞങ്ങൾ ഒരു 3 നൂറ്റാണ്ടിന് ശേഷം അവർ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവരെ കണ്ട എത്രമാത്രം ആൾ കൂടിയിട്ടുണ്ടായിരിക്കും ആ അത്ഭുതത്തിന്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉറങ്ങിപ്പോയ ആളുകൾ ഉണർന്നെഴുന്നേൽക്കുക. ശരിക്കും അത് കാണുമ്പോൾ ഒരു വലിയ ദൃഷ്ടാന്തമല്ലേ കാണുന്നത്. അപ്പോൾ അന്ന് അത് കണ്ട സമയത്ത് എത്ര ആളുകൾക്ക് അവരുടെ പരലോകത്തെ ദൃഢബോധ്യമായിട്ടുണ്ടായിരിക്കും, അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇന്നും ആ കഥ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും കൂടെ ഒരു യക്കീന് കിട്ടുകയാണ്. അതായത് എത്ര കാലം നമ്മൾ മരിച്ചു കിടന്നാലും പിന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് പറ്റും. അത് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളെന്തായിരിക്കും, ആ ഉറങ്ങിയ അല്ലെങ്കിൽ മരിച്ചു പോയ ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക.
അങ്ങനെ എന്തൊക്കെ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ മനസ്സിനൊരു ഉറപ്പും നൽകാൻ ആ ആളുകളെ അവരെ സംരക്ഷിച്ചത് മാത്രമല്ല അവർ മുഖേന മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടാൻ, സന്മാർഗം കിട്ടാനുള്ള ഒരു നിമിത്തമാക്കി എന്നതാണ് ഇതിലെ മറ്റൊരു വശം നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും നമുക്ക് വായിച്ചു നോക്കാം. വകദാലിക അഅ്തർനാ അലൈഹിം ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ്. വകദാലിക അപ്രകാരം, അഅ്തർനാ നാം അവരെ വെളിവാക്കി കൊടുത്തു. പിന്നെ അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ ഒരു അവസരം നാം നൽകി, ഒരു അവസരം നാം ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ വെളിവാക്കി കൊടുത്തു. അവരിലൂടെ, അതായത് ഈ അസ്ഹാബുൽ കഹ്ഫിലൂടെ മറ്റുള്ളവർക്ക് ഒരു അറിവ്, ഒരു ദൃഷ്ടാന്തം, ഒരു വ്യക്തത കൂടെ അള്ളാഹു നൽകിയെന്നാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, അവരെ അള്ളാഹു സഹായിച്ചു, രക്ഷപ്പെടുത്തി എന്നതോടൊപ്പം അവരിലൂടെ ഒരു വലിയ കാര്യം, വലിയ വസ്തുത മറ്റുള്ളവർക്ക് അള്ളാഹു എന്ത് ചെയ്യാണ്? വ്യക്തമാക്കി കൊടുക്കുകയാണ്, വെളിവാക്കി കൊടുക്കുകയാണ്. ഇവർ മറ്റുള്ളവർക്കൊരു പാഠം കൂടെ ആയി മാറി എന്നർത്ഥം. എന്താണ് ആ പാഠം? ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ് വ അന്നസ്സാഅത ലാ റൈബ ഫീഹാ. ലിയഅലമൂ അന്ന വഅദ ലിയഅലമൂ അവരറിയുന്നതിന് വേണ്ടി. ആരറിയുന്നതിന് വേണ്ടി? ആരാണോ ഇവിടെ സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത്, ഇവൻ ഉണർന്നെഴുന്നേറ്റ് വരുന്നത്, കാണുന്നത്, അവർക്കെല്ലാവർക്കും ഒരു പാഠമാക്കി, സന്മാർഗത്തിനും വിശ്വാസദാർഢ്യത ഉണ്ടാകുന്നതിനും വേണ്ടിയുള്ള ഒരു നിമിത്തമാക്കി, ഒരവസരം ഇവർ മൂലമുണ്ടാക്കി. എന്താണ്? അന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണെന്നും, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണെന്നും, വ അന്നസ്സാഅത ലാ റൈബ ഫീഹാ, അന്ത്യദിനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേശവുമില്ല, യാതൊരു സന്ദേഹവുമില്ല, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ 300 വർഷം കഴിഞ്ഞ് ഉണർന്നു വന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ട് ഗുണം. ഒന്ന്, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ്. ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അതിൽ തഫ്സീർ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏത് വാദവും ആവാം, അള്ളാഹുവിൻ്റെ ഏത് കരാറും ആകാം. അതായത് അള്ളാഹുവിൻ്റെ കരാറ് നിറവേറാൻ അള്ളാഹുവിന് അതിൻ്റെ മുന്നിൽ തടസ്സങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വലിയ പാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അത് ഇവിടുന്ന് അല്ലെങ്കിൽ പരലോകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലുണ്ട്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണെങ്കിൽ ഉത്തരം കിട്ടിയിരിക്കും. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും? ഈ അസുഖം എങ്ങനെ മാറും? ആ കാര്യം എങ്ങനെ നടക്കും? അതിനിപ്പോൾ എങ്ങനെ രണ്ടാമത് ശരിയാവുക എന്നൊന്നും ചോദിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ആ നാട്ടിലെ രാജാവ് പ്രതികൂലമായ ഒരവസ്ഥയിൽ ആ രാജ്യത്ത് അവർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതൊരു ഗുഹക്കുള്ളിൽ ഒളിഞ്ഞ്, അപ്പോൾ അവർക്ക് ആവശ്യങ്ങളുണ്ടാവില്ലേ, പുറത്തിറങ്ങേണ്ടി വരില്ലേ? അപ്പോൾ അതിന് അള്ളാഹു എന്ത് ചെയ്തു? ആ ഗുഹയിൽ തന്നെ അതിൻ്റെ സംവിധാനം. അവരുണർന്നിരിക്കുകയാണെങ്കിൽ എന്ത് വേണം? അവർക്ക് ഭക്ഷണവും സാഗരവും വേണം. പുറത്തെങ്ങനെയെങ്കിലും അറിയും, അവർ പുറത്തിറങ്ങും. അത്ര സമയം ഒരു ഇതിനുള്ളിൽ ഒതുങ്ങിക്കഴിയാൻ പറ്റൂ. അപ്പോൾ കണ്ടുപിടിക്കപ്പെടും. അതുകൊണ്ട് അവരെ ഉറങ്ങി. അതുകൊണ്ട് അവരെ ആരും അറിയുന്നില്ല, അവരും ആരെക്കുറിച്ചും ഒന്നും അറിയുന്നില്ല. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം അവൻ നിറവേറ്റിയിരിക്കും. അതിൻ്റെ പ്രതികൂലതകൾ അവന് തടസ്സമല്ല. ഫഅാലു ലിമാ യുരീദ്, ഉദ്ദേശിച്ചത് എങ്ങനെ നടപ്പിലാക്കാൻ അള്ളാഹുവിന് കഴിയും. അങ്ങനത്തെ ഒരു അള്ളാഹുവിനാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു അള്ളാഹുവിനാണ് ഞാൻ അഭയം പ്രാപിച്ചത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫ് എഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം അവൻ പാലിക്കും എന്നൊരു തെളിവ് നമുക്ക് ലഭിക്കുന്നു. വ അന്നസ്സാഅത ലാ റൈബ ഫീഹാ, അന്ത്യദിനം അത് സത്യമാണെന്ന കാര്യത്തിൽ എന്തില്ല? അതിലൊരു സംശയമില്ല. ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ ഈ ഒരു ആശയം പറയുന്നത്, അന്ത്യദിനം വന്നെത്തുക തന്നെ ചെയ്യും. ഇതുവരെ ലോകാവസാനം സംഭവിച്ചില്ല എന്നുള്ളതാണ്. ലോകാവസാനം ഉണ്ടാവില്ല എന്ന് പറയാൻ തെളിവ്. ലോകാവസാനം സംഭവിപ്പിച്ച് കാണിച്ചു തരാൻ പറ്റും. അവിടെയൊക്കെ അവസാനിച്ചില്ലേ? അതുകൊണ്ട് അതെന്ത് ചെയ്യും? നടക്കുന്നുള്ളതാണ്. വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വ അന്നസ്സാഅത ലആതിയ, അന്ത്യദിനം വരിക തന്നെ ചെയ്യുന്നതാണ്. ആകാശഭൂമികളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് അന്ത്യദിനം വരിക തന്നെ ചെയ്യുന്നതാണ്.
ഇന്നസ്സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ഓരോ വ്യക്തിയും താൻ പ്രയത്നിക്കുന്നതിനനുസൃതമായ പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി ഞാനത് ഗോപ്യമാക്കി വെച്ചേക്കാം. ഇപ്പം നടന്നിട്ടില്ലെങ്കിലും ആ അന്ത്യദിനം വരും എന്ന കാര്യത്തിൽ സംശയമില്ല. وَأَنَّ السَّاعَةَ آتِيَةٌ لَا رَيْبَ فِيهَا وَأَنَّ اللَّهَ يَبْعَثُ مَن فِي الْقُبُورِ. അന്ത്യദിനം വരിക തന്നെ ചെയ്യും, അതിൽ സന്ദേഹമില്ല. തീർച്ചയായും ഖബറിലുള്ളവരെ അള്ളാഹു എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. ഇങ്ങനെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഈ ആശയമുള്ളത് കാണാൻ പറ്റും. എന്നിട്ടോ ഇദ് യതനാസഊന ബൈനഹും അംറഹും, അവർക്കിടയിൽ എന്ത് ചെയ്തു, അവരന്യോന്യം തർക്കിച്ചു കൊണ്ടിരുന്ന സന്ദർഭം. ഇത് യതനാസഊന ബൈനഹും, അവർക്കിടയിൽ അവരന്യോന്യം തർക്കിച്ചു കൊണ്ടിരുന്ന സന്ദർഭം. അംറഹും, അവരുടെ കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്തു, പരസ്പരം ഇവരെക്കുറിച്ചുള്ള ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും അവർക്കുണ്ടായിരുന്നു. എപ്പോഴാണ് അതുണ്ടായത്? അവരെല്ലാവരും കൂടെ വന്ന് ഈ ഉണർന്നെഴുന്നേറ്റ ആളുകളെ കണ്ടതോടുകൂടെ ഇതൊരു മഹാസംഭവമാണല്ലോ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ ഒരു വിവരം ലോകത്ത് അത്ഭുതകരമായൊരു വാർത്തയാണ്. അപ്പോൾ എന്തു വേണം? അങ്ങനെ അവർ പരസ്പരം ചോദിക്കുകയാണ്, എന്താണ് ഇനി നമ്മൾ ഇവരുടെ ഈ ഓർമ്മ അനശ്വരമായി നിൽക്കാൻ എന്തു ചെയ്യണമെന്നാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ എന്താണ്, ഫഖാലുബ്നു അലൈഹിം ബുൻയാന, അവർക്ക് മുകളിൽ ഒരു എടുപ്പ് നിൽക്കാം. അതായത് അവരെ മറവ് ചെയ്യപ്പെടുന്ന, അവർ എന്താ വെച്ചാൽ ഈ എഴുന്നേറ്റ ഉടനെ അധികം താമസിക്കാതെ അവർ മരിച്ചു എന്നാണ് പറയുന്നത്. അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ അവരെ മറവ് ചെയ്ത അതിൻ്റെ ചുറ്റുഭാഗം എന്ത് ചെയ്യാം, ഒരു മതിൽ പോലെ ഒരു എടുപ്പുണ്ടാക്കാം. എന്നിട്ട് അവരുടെ ഖബറുകളെ പ്രത്യേകം സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിച്ച ഒരു കാര്യം. മനസ്സിലായി? ഇന്നിപ്പോൾ അത് നമ്മൾ ഇസ്ലാമിക ശരീഅത്തിൽ എന്തായിരുന്നാലും അത് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ അവിടെ പ്രവാചകന്മാരുടെ ഖബർ മൂലം അവർ എടുപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് ഇന്ന് നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഖബർ കെട്ടിപ്പൊക്കാനോ പൊന്തിക്കാനോ കുമ്മായം വിടാനോ ഒന്നും പാടില്ല. അതൊരു സാധാരണ ഫിഖിന്റെ ഗ്രന്ഥത്തിൽ പോലും പറഞ്ഞിട്ടുള്ള ഒരാശയമാണ്. പിന്നെ റബ്ബുഹും ആലവും ബിഹിം, അവരുടെ രക്ഷിതാവാണ് അവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ. അവരുടെ രക്ഷിതാവാണ് അവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായ കാര്യം, ഇവർക്ക് എന്തൊക്കെ സംഭവിച്ചു, ഈ സന്ദർഭങ്ങളിൽ അള്ളാഹു എങ്ങനെയൊക്കെ അവരെ സംരക്ഷിച്ചു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ എന്ത് കാര്യങ്ങൾക്കുമുള്ള കൃത്യമായൊരു ഉത്തരം അള്ളാഹുവിനാണ് പറയാൻ കഴിയുക. അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. എന്നാൽ ഇങ്ങനെ തർക്കമുണ്ടായി, ഇതൊരു മഹാസംഭവമല്ലേ. അപ്പോൾ ആ തർക്കത്തിൽ ചില ആളുകൾ പറഞ്ഞൊരു കെട്ടിടം ഉണ്ടാക്കാം. വേറെ ചില ആളുകൾ പറഞ്ഞത് എന്താണ്, ഖാലല്ലദീന ഗലബൂ അലാ അംറിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. എന്നാൽ അവരിൽ പ്രാബല്യം നേടിയവർ, അതായത് അഭിപ്രായങ്ങൾ പറയുന്നതിൽ ശക്തി നേടിയ ആളുകൾ, അവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവർക്ക് മുകളിൽ നമുക്കൊരു പള്ളി ഉണ്ടാക്കാം എന്നാണ് അവർ പറഞ്ഞത്. അള്ളാഹുവിനെ ആരാധിക്കാനുള്ളൊരു പള്ളി അവിടെ ഉണ്ടാക്കാം എന്നാണ് വേറെ ചില അഭിപ്രായപ്പെട്ടത് എന്നാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നും അങ്ങനെ ഉണ്ടാക്കപ്പെട്ടോ എന്നതിനെക്കുറിച്ചൊന്നും പരാമർശിക്കപ്പെടുന്നില്ല. പക്ഷെ എന്തായിരുന്നാലും ഇതൊരു വലിയ സംഭവമാണ് എന്ന അവരുടെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ അനശ്വരമാക്കി നിർത്താൻ അവർക്കൊരു സ്മാരകമായി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് അവരെന്ത് ചെയ്തു, ആലോചിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണുന്ന കാര്യങ്ങൾ. അതാണ് ഈ തർക്കങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഒന്ന് എന്താണ്, അള്ളാഹു അതൊരു വലിയൊരു ഗുണപാഠമാക്കി മാറ്റി. എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ ഏത് കാലഘട്ടങ്ങളിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്തു, ഒരു വലിയ ഗുണപാഠമായിട്ടാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. പിന്നെ മരണശേഷം അള്ളാഹു ജീവിപ്പിക്കുമെന്നതിന് തെളിവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. അതായത് എത്ര മരണശേഷം തിരിച്ചു വരുന്നതിനെക്കുറിച്ച് എന്തെല്ലാം സംശയങ്ങളുണ്ടോ ആ സംശയങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, തീർത്തു തരുന്ന ഒരു യഖീനുൽ മുഅ്മിനീൻ എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ്. സത്യവിശ്വാസികൾക്ക് ഒരു ദൃഢബോധ്യം വരുത്താൻ ഇതെന്ത് ചെയ്യും, സഹായകമായി തീരും എന്നാണ്
നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് എന്താണ് 300 കൊല്ലം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോഴും അവരെന്താണ് ആ ഉറങ്ങി ഇന്ന് രാവിലെ കിടന്നിട്ട് നമ്മൾ വൈകുന്നേരം എഴുന്നേറ്റതാണ് എന്ന് അവർക്ക് തോന്നുമെങ്കിൽ എത്രയോ വർഷങ്ങൾ പിന്നിട്ടു എന്നതൊന്നും മരണാനന്തരം തിരിച്ചു വരുന്നതിനൊരു തടസ്സമല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം മുഹമ്മദ് അമാനി മൗലവിയൊക്കെ അദ്ദേഹം തഫ്സീറിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൗകര്യപ്പെടുമെങ്കിൽ നമ്മൾ വായിച്ച് നോക്കാം. അതായത് ഒരു പൊതു കാഴ്ചപ്പാടുകളുണ്ട്. നമ്മളുടെ വിശ്വാസം നമുക്ക് ദൃഢീകരിക്കപ്പെടുന്നത് യഥാർത്ഥ ഇത്തരം അമാനുഷിക സംഭവങ്ങളിലൂടെയാണ്. അമാനുഷികമായ സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് ദൃഢീകരിക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്ത് ചെയ്തു, പക്ഷികളെ അറുത്തിട്ട് അതിനെ പല കഷ്ണങ്ങളാക്കി വെച്ച് തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ ഉസൈറിൻ്റെ സംഭവം പറഞ്ഞു. അദ്ദേഹത്തെ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കഴുതയൊക്കെ അള്ളാഹു പുനരുജ്ജീവിപ്പിച്ച് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തതിൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്തരം അമാനുഷികമായ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം തൻ്റെ യുക്തിക്കും ബുദ്ധിക്കും വഴങ്ങണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇത്തരം ചില കാര്യങ്ങൾക്ക് ചില വികലമായ വ്യാഖ്യാനങ്ങൾ നൽകും. ഈ അമാനുഷികതകളെ വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി കൊണ്ടടിച്ചപ്പോൾ കടൽ വളർന്നു, വെള്ളം ഇങ്ങനെ കൂനയായി നിന്നു, ഇങ്ങനത്തെ ചില അസംഭവ്യമായ അസാധാരണമായ കാര്യങ്ങൾ അത്തരം ആളുകൾ പല സന്ദർഭങ്ങളിലും പിന്നെ അവിടെ പക്ഷി സംസാരിച്ചതിനെക്കുറിച്ച് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള അത്തരമൊരു അമാനുഷികമാണല്ലോ ഇതിനെയും ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവർ എന്ത് ചെയ്തിട്ടില്ല അറിയോ, ഇവർ അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റിട്ടൊന്നുമില്ല എന്നാണ്. 300 കൊല്ലം ഉറങ്ങി എഴുന്നേറ്റൊന്നും ശരിയല്ല. ഈ ആയത്തുകളിൽ നിന്ന് അങ്ങനെ മനസ്സിലാവില്ല എന്നാണ് അവർ പറയുന്നത്. അതിനവർ പറഞ്ഞ 2-3 ഘട്ടങ്ങളാണ്. ആദ്യം കുറച്ച് കാലം അവരങ്ങനെ പേടിച്ച് കഴിഞ്ഞുകൂടി. പിന്നെ ഗുഹയിലായപ്പോൾ അവർക്ക് തോന്നി ഈ ഗുഹ തന്നെയാണ് നല്ലത്. അങ്ങനെ അവരൊരു സന്യാസം പോലെ ഇവിടെ സ്വീകരിച്ചു. സന്യാസിമാർ പല രൂപത്തിലും ഇങ്ങനെ ഇരിക്കുമല്ലോ. ആ ഇരുന്നപ്പോൾ അവരെന്ത് ചെയ്തു, മറ്റ് വന്യമൃഗങ്ങളോ ആരും അങ്ങോട്ട് വരാത്തതുകൊണ്ട് ആ മരിച്ചത് ഏത് രൂപത്തിലാണോ ആ അവസ്ഥയിൽ അവരങ്ങനെ ഇരുന്നു നൂറ്റാണ്ടുകളോളം എന്നാണ് പറയുന്നത്. പിന്നെയാണ് ആളുകൾ അത് തുറന്ന് കണ്ടത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവർ മരിച്ചു, പിന്നെ അവരുടെ മരണശേഷം എന്ത് ചെയ്തു, അതങ്ങനെ നിലനിന്ന് കുറേ കാലം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തഹ്സബുഹും ഐക്കാളും വഹും റുക്കൂന്നിലിന് അവരെന്താ അർത്ഥം പറയാപ്പോൾ, അവർ ഉണർന്നവരാണെന്ന് നീ വിചാരിക്കും, പക്ഷെ അവർ ഉറങ്ങുന്നവരാണെന്നല്ല ശരിക്കും അർത്ഥം. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് നീ വിചാരിക്കും, അവർ മരിച്ചവരാണെന്ന്. അതാണ് അവരുടെ വ്യാഖ്യാനം. എങ്ങനെ ശരിയാവാനാണ് ആ കാര്യത്തെക്കുറിച്ച്? അങ്ങനെ ഒരു മരിച്ചൊരു സംഭവമാണെങ്കിൽ അത് ഇത്ര വലിയൊരു മരിച്ചുപോയ ഒരാളുടെ മൃതദേഹം വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടിയത് ഒരു മഹാസംഭവമായിട്ട് പറയേണ്ടതുണ്ട്. അതിലെങ്ങനെയാണ് മരിച്ചവർ ജീവിക്കുന്നതിന് തെളിവുണ്ടാകുന്നത്? എങ്ങനെയാണ്? ഈ പറഞ്ഞതിനൊക്കെ വൈരുദ്ധ്യമല്ല അത്. അപ്പോൾ തന്നെ ഇത്തരം ചില ദുർവ്യാഖ്യാനങ്ങൾ അവർക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാനുള്ള മനസ്സിൻ്റെ ഉറപ്പില്ലായ്മ കൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾ നമ്മൾ ഭയപ്പെടണം. ഇവിടെ നമുക്കിപ്പോൾ എന്താ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് അറിയുന്ന നമുക്ക് അള്ളാഹു പറയുന്ന ഏത് കാര്യങ്ങളും വിശ്വസിക്കാൻ നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ഇടങ്ങാറായിട്ട് അവർ ഒരു കല്ലിബും ദാത്തല്ലെമിനി ദാത്ത ഷിമാദിനെ അവർ പറഞ്ഞ് അവിടെ മയ്യത്തുകളുണ്ടല്ലോ, അത് എന്ത് ചെയ്യും, കാറ്റടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീഴാണ് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ അങ്ങനെ തന്നെ വൈരുദ്ധ്യല്ലേ, കാറ്റടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുകയാണെങ്കിൽ ആ മരിച്ച അവസ്ഥയിൽ തന്നെ ഇങ്ങനെ കേടുകൂടാതെ ഒരേ സമയത്ത് നിന്നതുകൊണ്ടാണ് അവിടെ അവശേഷിച്ചത് എന്ന് പറയുന്ന വാദവും അതും തമ്മിൽ യോജിച്ചു പോകും. അങ്ങനെ എന്താ വെച്ചാൽ സത്യത്തിനെതിരെ പറയുമ്പോൾ അതിനൊക്കെ ധാരാളക്കണക്കിന് തെളിവുകൾ അവർക്ക് ശേഷം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ല എന്നർത്ഥം. അതാണ് അതിൽ കാണുന്ന ഒരു. അപ്പോൾ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്കും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. നമുക്ക് വിശ്വസിക്കാൻ പ്രശ്നമല്ല, 300 കൊല്ലം കഴിഞ്ഞിട്ട് അവരെഴുന്നേറ്റ് വന്നു എന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. അടുത്ത ആയത്ത്, സയഖൂലൂന തലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ്. സയഖൂലൂന, അവർ വിഭാഗം ആളുകൾ എന്താണ് പറയുന്നു? ഇനി ഇവരുടെ എണ്ണത്തെക്കുറിച്ചാണ്. എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് ഗുണപാഠം ലഭിക്കുന്ന കാര്യങ്ങളെ, പ്രസക്തമായ കാര്യങ്ങളെ പറയാന്നുള്ളതാണ്. പക്ഷേ ഈ ശരിയായ ഗുണപാഠങ്ങളിൽ നിന്നും അതിൻ്റെ സംഭവത്തിൻ്റെ വസ്തുതകളിൽ നിന്നൊക്കെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാനും ആളുകളെ തൃപ്തിപ്പെടുത്താനും ഓരോ അറിവ് പകർന്ന് ആസ്വദിക്കാനൊക്കെ വേണ്ടി
ഒരു കാര്യമില്ലാത്തതിൽ ആൾക്കാർ തർക്കിക്കും. അങ്ങനെയുള്ളൊരു തർക്കമാണ് എന്ത് ഇവർ എണ്ണത്തെക്കുറിച്ചുള്ള തർക്കം. അത് എണ്ണപ്പം എത്ര ആയാലും ഈ അത്ഭുതങ്ങൾക്ക് വ്യത്യാസം. 300 ആളെ ഉറക്കിയാലും 7 ആളെ ഉറക്കിയാലും 10 ആളെ ഉറക്കിയാലും ഈ സംഭവം നല്ല പ്രധാനം. അതിൻ്റെ പ്രസക്തിയെ എണ്ണം ബാധിക്കുന്നേ ഇല്ല. അതുകൊണ്ട് പടച്ചോൻ ആ എണ്ണത്തെക്കുറിച്ചൊരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടുമില്ല. ചില ആളുകൾ ഇങ്ങനെ അവസാനം പറഞ്ഞ എണ്ണത്തെക്കുറിച്ച് അതായിരിക്കും ശരിയെന്ന് പറയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അള്ളാഹു ആ എണ്ണമാണെന്ന് പറയാനൊരു പ്രശ്നമില്ലല്ലോ, അള്ളാഹുവിന് എന്താണ്. പക്ഷെ അള്ളാഹ് അത് നമുക്ക് വ്യക്തമാക്കി തന്നില്ല. പിന്നെ നമ്മൾ അതിൽ ഗവേഷണത്തിന് പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഗുണപാഠങ്ങൾക്കാണ് പ്രധാനം, അതിൽ പറയുന്ന പാഠങ്ങൾക്കാണ് പ്രധാനം എന്നതാണ് ഏറ്റവും ഗൗരവപരമായ കാര്യം. സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ്. അവർ പറയുന്നത് എന്താണ്? സലാസത്തുർ റാബിഉഹും കൽബുഹും, അവരെന്താണ്? 3 പേരാണ്. സലാസത്തുൻ 3 പേര്. റാബിഉഹും, അർബഅ 4, റാബി 4-മത്തത്. റാബിഉഹും, അവരിൽ 4-മത്തേത് കൽബുഹും, അവിടെ നായയാണ്. അപ്പോൾ 3ഉം ഒരു നായയും. വയഖൂലൂന, മറ്റു ചില ആളുകൾ പറഞ്ഞ അഭിപ്രായം എന്താണ്? ഖംസത്തുൻ സാദിസുഹും കൽബുഹും, അവർ 5 പേരാണ്, 6-മത്തെ നായയാണ്. റജ്മം ബിൽ ഗൈബ്, റജ്മം ബിൽ ഗൈബ് എന്താണ്? അദൃശ്യകാര്യത്തെക്കുറിച്ച് ഊഹം പറയുന്നു എന്നാണ്. അദൃശ്യകാര്യത്തെക്കുറിച്ച് ഊഹം പറയുകയാണ്. അന്ധകാരത്തിലെ അസ്ത്രപ്രയോഗം എന്നാണ് പറയാം. റജ്മ പറഞ്ഞാൽ ശരിക്കും എറിയാണ്. അന്ധകാരത്തിലെ അസ്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? കാണുന്നല്ല, എവിടെ തട്ടു പറയുന്നു. എന്താ മറുപടി? ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഖുർ റബ്ബി അഅലം, എൻ്റെ റബ്ബ് അവരുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയും. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, അവരിൽ ചുരുക്കം പേരല്ലാതെ അവരെപ്പറ്റി അറിയുകയില്ല. അപ്പോൾ ആ ചുരുക്കം പേർക്കേ അവരെപ്പറ്റി അറിയുകയുള്ളൂ. അപ്പോൾ കൃത്യമായി എത്ര ആളാണ് എന്ന് ആർക്കും അറിയില്ല എന്നർത്ഥം, ആർക്കും അറിയില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ദാഹിറ. ഫലാ തുമാരി ഫീഹിം, അവിടെ കാര്യത്തിൽ നീ തർക്കിക്കരുത്, അവിടെ കാര്യത്തിൽ നീ തർക്കിക്കരുത്. ഇല്ലാ മിറാഅൻ ദാഹിറ, വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. തർക്കമില്ലാത്ത ഒരു രേഖ, ഒരു തെളിവുണ്ടെങ്കിൽ അത് മാത്രമേ പറയാൻ പറ്റൂ, അല്ലാതെ തർക്കിക്കാൻ പോകരുത്. എന്ന് പറഞ്ഞാൽ ഈ എണ്ണത്തെക്കുറിച്ച് തർക്കിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ്. അതിൻ്റെ പ്രസക്തി എന്താണോ, പാഠം എന്താണോ, അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നർത്ഥം. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ, അവരെക്കുറിച്ച് നീ ഒരാളോടും ഒരഭിപ്രായവും ചോദിക്കരുത്, ഒരു ഫത്വയും ചോദിക്കരുത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ദീനിനെ കുറിച്ച് ഏറ്റവും അറിയുന്നത്. ആ പ്രവാചകൻ പിന്നെ വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നന്നായി ദീൻ അറിയുന്ന ഒരാൾ പിന്നെ വേറൊരാൾ ചോദിക്കരുത്. അറിയുന്ന ആൾക്ക് അയാളുടെ അറിവനുസരിച്ച് പ്രവർത്തിക്കുക, വേറൊരാളുടെ ഫത്വ ചോദിക്കേണ്ടതില്ല. ഏതായിരുന്നാലും ഒരായത്ത് അള്ളാഹുവിടെ ചിലവഴിച്ചത് എന്തിനാ അറിയോ? അള്ള പറയാത്ത, വ്യക്തമാക്കാത്ത അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകരുത്. ഇത് വളരെ ഗൗരവമായ സംഭവമാണ്. ഇപ്പോൾ നമ്മളെ പല ആളുകളും എന്താ വെച്ചാൽ ഖുർആനിൽ അവർക്ക് അവരുടെ വിശ്വാസം തന്നെ തകരാറാവിടെ ഇത്തരം ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. വെറുതെ അങ്ങനെ ചോദിക്കും. നമ്മളെന്താ വെച്ചാൽ അള്ള പറഞ്ഞു കൊടുത്തതെന്നാ പറയാം. പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം? ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ എപ്പോഴാണ് കൂടിയത്? എവിടെയാണ് അദ്ദേഹം ഉണ്ടായത്? വെറുതെ ചോദിക്കുക ആൾക്കാർ. അതേപോലെ തന്നെ മലക്കുകളോടല്ലേ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ഇബ്ലീസ് മലക്കല്ലല്ലോ, പിന്നെ എങ്ങനെ ഇബ്ലീസ് സുജൂദ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്? അങ്ങനെ വെറുതെ ചോദിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ്? അള്ളാഹു സുജൂദ് ചെയ്യുക. അപ്പോൾ ഇബ്ലീസ് അതിൽ സുജൂദ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടുള്ളൂ. പറഞ്ഞിട്ടില്ല എന്ന് നമ്മളെങ്ങനെ പറയാം? പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇബ്ലീസ് എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്തില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇബ്ലീസ് കുറ്റക്കാരുണ്ടാവും സുജൂദ് ചെയ്യാത്തതിന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ? ഖുർആൻ പറഞ്ഞോടത്ത് നിന്നാൽ മതി. വെറുതെ ചോദിക്കുക, എന്നിട്ട് വസ്വാസം ഉണ്ടാക്കുക, സംശയം ഉണ്ടാക്കുക. എന്താണ് ഖുർആൻ അത്തരം കാര്യങ്ങളെ വിട്ടുപോകാൻ കാരണം? അത് അത്ര പ്രസക്തിയുള്ളൂ. നമ്മൾ അറിയേണ്ട കാര്യം നമ്മോട് പറയുള്ളൂ.
ഏതെങ്കിലും പ്രവാചകന്മാരുടെ കഥ സമ്പൂർണ്ണമായി അള്ളാഹു പറയുന്നുണ്ടോ? സമ്പൂർണ്ണമായിട്ട് എത്ര പ്രവാചകന്മാരുടെ മരണരംഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? അവർ ജീവിച്ച നാട് ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊക്കെ ചില പരിമിതികളില്ലേ? അപ്പോൾ നമ്മൾ കഥ പറയും പോലെ, നമ്മൾ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ അള്ളാഹുവിൻ്റെ ഈ മഹത്തായ ഗ്രന്ഥം. എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ ഈ ഗ്രന്ഥം പ്രസക്തമായതിന്, അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാര്യത്തിൽ പ്രസക്തമായത് എന്താണോ അതാണ്. ഇവർ ഉണർന്ന ശേഷം അവർക്ക് എന്തേ സംഭവിച്ചു എന്ന് നമ്മോട് പറയണില്ല. അവർ മരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും നമ്മുടെ വിശ്വാസത്തെ